ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. സോ സഞ്ജു സാംസൺ ഫോമിലാണ് എന്ന് വീണ്ടും തെളിയിക്കുന്ന ഒരു ഇന്നിങ്സ് കൂടി നമുക്കിന്ന് കാണാൻ സാധിച്ചു. സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ സർവീസസിനെതിരെ മികച്ച വിജയം നേടിയെടുത്തിരിക്കുകയാണ് കേരളം. 3 വിക്കറ്റിൻ്റെ വിജയമാണ് കേരളം നേടിയെടുത്തിരിക്കുന്നത്. ടോസ് കിട്ടി ആദ്യം സർവീസസിനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു കേരളം. അവിടെ 149 റൺസ് മാത്രമേ 9 വിക്കറ്റ് നഷ്ടത്തിൽ 20 ഓവറിൽ നിന്നും സർവീസസിന് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ ബോളിംഗ് സൈഡിൽ അസാമാന്യ പ്രകടനം തന്നെയാണ് അഖിൽ സ്കറിയ കാഴ്ചവെച്ചത്. 5 വിക്കറ്റ് എടുക്കുകയും ആകെ 7.50 എക്കോണമിയിലാണ് താരം ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. തിരിച്ച് ബാറ്റിങ്ങിന് ഇറങ്ങിയ കേരളത്തിനെ സംബന്ധിച്ച് മികച്ചൊരു സ്റ്റാർട്ടിങ്ങാണ് സഞ്ജുവും അതോടൊപ്പം തന്നെ നമ്മുടെ രോഹനസ് കുന്നുമേലും കൂടി നൽകിയിട്ടുണ്ടായിരുന്നത്. അവരുടെ പാർട്ണർഷിപ്പാണ് ഈ ഒരു മാച്ചിലെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പാർട്ണർഷിപ്പ്. സഞ്ജു ഒരു സൈഡിൽ പാറ പോലെ ഉറച്ചു നിൽക്കുകയായിരുന്നു. അവിടെ രോഹനസ് കുന്നുമേലിന് 19 ബോൾ 27 റൺസ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. സഞ്ജു 45 ബോൾ 75 എന്ന രീതിയിൽ കേരളത്തെ മികച്ചൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാണ് ഔട്ടാവുന്നത്. 10 ഫോറുകളും 3 സിക്സുകളും അവിടെ അടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഓർക്കും പെട്ടെന്ന് 45 ബോൾ 75 ഇത് നോർമൽ ഇന്നിങ്സ് അല്ല 166.67 സ്ട്രൈക്ക് റേറ്റിൽ ഒരു ആങ്കർ ഇന്നിങ്സ് ആണ് അവിടെ സഞ്ജു കളിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വിഷ്ണു വിനോദാണ് കുന്നുമേൽ പോയി കഴിഞ്ഞ് വരുന്നത്. വിഷ്ണു വിനോദിനെ അവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. 3 ബോൾ 4 റൺസ് മാത്രമേ സ്കോർ ചെയ്തുള്ളൂ. അസറുദ്ദീൻ 15 ബോൾ 11 റൺസാണ് സ്കോർ ചെയ്തത്. അസറുദ്ദീൻ ഔട്ടാവുന്നു. സൽമാൻ നിസാർ അതിനുശേഷം വന്ന് 19 ബോൾ 21 റൺസ് എടുത്ത് മാച്ച് ഫിനിഷ് ചെയ്തിട്ടാണ് പോകുന്നത്. സച്ചിൻ ബേബിക്കും അസിദിനും അതോടൊപ്പം തന്നെ അഖിൽ സ്കറിയയ്ക്കും പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. സച്ചിൻ ബേബി 4 ബോൾ 6 റൺസും അബ്ദുൽ ബാസിദ് 2 ബോൾ 1 റൺസും അതോടൊപ്പം തന്നെ അഖിൽ സ്കറിയ 3 ബോൾ 1 റൺസും മാത്രമാണ് നേടിയത്. ഈ ഒരു മാച്ചിൽ ഇങ്ങനെ സഡൻ വിക്കറ്റ് ലോസ് ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത്രയും നല്ലൊരു സ്ക്വാഡിനെ കേരളത്തിന് ഈ അടുത്ത കാലത്തെങ്ങും കിട്ടിയിട്ടില്ല. അപ്പോൾ വരുന്ന മത്സരങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ള ബാധ്യത എല്ലാവരും ഏറ്റെടുക്കണം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന രോഹനസ് കുന്നുമേലിൻ്റെയും വിഷ്ണു വിനോദിൻ്റെയും മുഹമ്മദ് അസൂദിൻ്റെയും സച്ചിൻ ബേബിയുടെ ഒക്കെ വിക്കറ്റുകൾ ഭയങ്കരമായിട്ട് നാളെ ഇമ്പാക്ട് ഉണ്ടാക്കും. കാരണം നാളെ ഓപ്ഷൻ നടക്കുകയാണ്. ഈ ഓപ്ഷൻ മുമ്പ് ഉള്ള ഒരേ ഒരു മാച്ച് ഇതായിരുന്നു. ഈ ഒരു മാച്ചിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് സെലക്ടേഴ്സിൻ്റെ കണ്ണിലേക്കൊന്ന് എത്തിപ്പെടാൻ സാധിക്കുമായിരുന്നു. ഓരോ IPL ഫ്രാഞ്ചൈസി ഇങ്ങനെ നോക്കുന്നുണ്ടല്ലോ പ്ലേസിനെ. ഇന്നത്തെ SMT എന്തായാലും ഒരു വാല്യൂ ചെയ്യും. പിന്നെ അപ്പുറത്താണെങ്കിൽ ഇത് വേറൊരു സംഭവം ഉണ്ടായത്, വീണ്ടും കോൺസിക്യൂട്ടീവ് ആയിട്ട് സെഞ്ചുറി അടിച്ചിരിക്കുകയാണ് അവിടെ നമ്മുടെ തിലക് വർമ്മ. ഹൈദരാബാദിന് വേണ്ടിയിട്ട് 150 റൺസാണ് ഇന്ന് തിലക് വർമ്മ അടിച്ചത്. ഫോം പീക്കിലാണ്. സഞ്ജു സാംസന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ. എന്തായാലും 45 ബോൾ 75 റൺസുമായിട്ട് ഇന്നത്തെ കേരളത്തിൻ്റെ ടോപ്പ് സ്കോറർ സഞ്ജു ആണ്. മികച്ചൊരു ടീമിനെ കിട്ടിയിട്ടുണ്ട്. ബോളിംഗ് സൈഡും നമ്മുടെ ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. ഇനി 25-ാം തീയതിയാണ് കേരളത്തിൻ്റെ മത്സരം. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം നമ്മുടെ ബാക്കി താരങ്ങൾ എന്ത് ചെയ്യുമെന്ന്. എന്തായാലും മാക്സിമം നമ്മുടെ കേരള താരങ്ങൾക്ക് IPL ഫ്രാഞ്ചൈസിയിൽ കളിക്കാൻ ഇത്തവണ അവസരം കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ അവൻ്റെ പ്രത്യേകിച്ച് മികോഗ്രാസ് എനിക്കോ ബൈ. അതിന് മുമ്പ് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ പ്രീ ഓപ്ഷൻ ലൈവ് ഇന്ന് 9 മണിക്ക് ഉണ്ടാവും. സോ സ്റ്റേ ട്യൂൺഡ്.